ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് എങ്ങനെ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് നല്ല ഹെൽത്തി ടേസ്റ്റി സ്നാക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാവരുടെയും വീടുകളിലുള്ള വെള്ളപ്പയർ, വൻപയർ എന്നെല്ലാം അറിയപ്പെടുന്ന ധാന്യം കൊണ്ടാണ് ഈ ഹെൽത്തി കബാബ് ഉണ്ടാക്കുന്നത്. ഈ കബാബിൽ ധാരാളം അയൺ, സിങ്ക്, കാൽസ്യം, ഫോളേറ്റ് കൂടാതെ വിറ്റാമിൻ എയും അടങ്ങിയിരിക്കുന്നു. ധാന്യങ്ങൾ എല്ലാം തന്നെ പ്രോട്ടീൻ റിച്ച് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഇത്തരം ഹെൽത്തി റെസിപ്പികൾ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് വെരി ടേസ്റ്റി ഈ പയർ കൊണ്ടുള്ള കബാബ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഇതിന് 1 കപ്പ് പയർ ഒരു പാത്രത്തിലേക്കിട്ട് 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. കുറച്ച് കൂടുതൽ ഒഴിക്കണം വെള്ളം, കാരണം പയർ കുതിർന്ന് വരുമ്പോൾ സൈസ് വർദ്ധിക്കും. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം പോരാതെ വരും. ഇനി ഇത് 8 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. ഇത് കുട്ടികൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് കുതിർക്കാനിടാം. വൈകുന്നേരം സ്നാക്കായാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ കുതിർക്കാനിട്ടാൽ മതി. 8 മണിക്കൂറിന് ശേഷം പയറെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം പയറെല്ലാം നല്ലപോലെ കുതിർന്ന് സൈസ് എല്ലാം വർദ്ധിച്ചിട്ടുണ്ടെന്ന്. ഇനി പയർ കുതിർക്കാൻ യൂസ് ചെയ്ത വെള്ളം കളയുക. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് ഒരു കുക്കർ വയ്ക്കുക. കുക്കറിലേക്ക് പയറിട്ട് കൊടുക്കാം. അതിനുശേഷം പയറിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 സ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ മൂടി 4 വിസിൽ വരുന്നത് വരെ പയർ വേവിക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ വയ്ക്കാം. കുക്കർ തണുക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനാവശ്യമായ മറ്റു ചേരുവകൾ തയ്യാറാക്കി വയ്ക്കാം. ആദ്യം നമ്മൾക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. ഇതിന് 3 ബ്രെഡ് എടുത്ത് കൈകൊണ്ടൊന്ന് മുറിച്ച് മിക്സി ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ ബ്രെഡ് ക്രംസ് റെഡി. ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി രണ്ടാമതായി ഇതിലേക്ക് വേണ്ട ചേരുവകൾ എടുത്തു വയ്ക്കാം. 1/2 മുറി നാരങ്ങ, 1 സവാള മുറിച്ചത്, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, 5-6 പുതിനയില, 2 വെളുത്തുള്ളി എന്നിവയാണ്. ഇതിൽ നാരങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാം ചെറുതായി അരിയുകയോ ബ്ലെൻഡറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുകയോ ചെയ്യുക. ബ്ലെൻഡറിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, സവാള, പുതിനയില, മല്ലിയില എന്നിവയിട്ട് ഒന്ന് കറക്കിയെടുത്താൽ പൊടിയായി എല്ലാം അരിഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മുടെ കുക്കറിലെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്നു നോക്കാം. വെള്ളപ്പയർ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പയറിൽ വെള്ളമുണ്ടെങ്കിൽ അത് ആവശ്യമില്ല. ഒരു അരിപ്പിയിലിട്ട് എടുത്താൽ എക്സസ് വെള്ളമെല്ലാം പോകും. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പയർ മാഷറോ തവിയോ കൊണ്ട് നല്ലപോലെ ഉടച്ചെടുക്കുക. ചൂട് ആറിയതിന് ശേഷം കൈകൊണ്ട് കുഴച്ചാലും മതി. മാഷ് ചെയ്ത പയറിലേക്ക് നമ്മൾ ബ്ലെൻഡറിൽ അടിച്ചു വെച്ച പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില മിശ്രിതം ഇട്ട് കൊടുക്കുക. ഇനി മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ ജീരകപ്പൊടി, ഉപ്പ് 1/4 സ്പൂൺ എന്നിവ ചേർക്കുക. നമ്മൾ പയറിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചത്, അതുകൊണ്ട് 1/4 സ്പൂൺ ചേർത്താൽ മതി. ഉപ്പും എരിവുമെല്ലാം ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി 1/2 മുറി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച ബ്രെഡ് ക്രംസ് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പാകമാണ് നമ്മൾക്ക് വേണ്ടത്. അതിനനുസരിച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായി കുഴയ്ക്കുക. കുഴച്ച മാവിൽ നിന്നും ഉരുളകൾ ഉരുട്ടിയെടുക്കണം. ഇതിന് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി മാവിൽ നിന്നും ഉരുളകളെടുത്ത് കയ്യിൽ തന്നെ കട്ട്ലറ്റ് പോലെ തട്ടാം. എല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടണമെങ്കിൽ ഒരു അടപ്പെടുത്ത് അതിൽ എണ്ണ പുരട്ടി മാവ് ഇതിൽ വെച്ച് ഇങ്ങനെ അമർത്തി ഷേപ്പാക്കുക. ഇനി ഇത് ഒന്ന് തട്ടിക്കൊടുത്താൽ ഈസിയായി ഡീമോൾഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ എല്ലാ മാവും ഷേപ്പാക്കി വെക്കുക. കുറച്ച് വലിയ മുടിയിലാണ് നമ്മൾ മാവ് ഷേപ്പാക്കിയത്, അതുകൊണ്ട് 6 എണ്ണമാണ് കിട്ടിയത്. കുറച്ച് സ്മാൾ സൈസിലാണെങ്കിൽ ഈ അളവിലുള്ള മാവിൽ നിന്നും 8 എണ്ണം കിട്ടും. ഇനി ഇത് നമ്മൾക്ക് ചുട്ടെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ 3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഷേപ്പ് ചെയ്ത
കബാബുകൾ മെല്ലെ പൊടിയാതെ പാനിലേക്ക് സാവകാശം വെച്ച് കൊടുക്കുക. ഇനി ഇത് മൂടി 3 മിനിറ്റ് സിമ്മിൽ വേവിക്കുക. ഒരു സൈഡ് വെന്ത് വന്നാൽ മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ച് ആ സൈഡ് 3 മിനിറ്റ് വേവിക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ കോരി മാറ്റുക. ഇത് ഇടയ്ക്കിടെ മറിച്ചിടരുത്, വളരെ സോഫ്റ്റ് ആയത് കാരണം പൊട്ടിപ്പോവും. ഒരു സൈഡിട്ട് 3 മിനിറ്റിന് ശേഷം മറിച്ചിട്ടാൽ മതി. ഗ്യാസ് സിമ്മിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഹൈ ഫ്ലെയിമിൽ 3 മിനിറ്റ് വെച്ചാൽ കരിഞ്ഞ് കരിക്കട്ട പോലെയാകും. അതുകൊണ്ട് ഗ്യാസ് സിമ്മിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാ കബാബും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് സെർവ് ചെയ്യാം. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. സൈഡ് ഡിഷ് ഇല്ലാതെ തന്നെ ഇത് കഴിക്കാം. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും നല്ലതാണ്. ഇത്തരം ഹെൽത്തിയും പുതുമയാർന്നതുമായ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടമാകും. നല്ല സ്വാദുള്ള ഈ വിഭവം വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് പോലും ഉണ്ടാക്കാം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവമായി കാണാം. Thank you for watching and supporting.